പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വലിയ രാഷ്ട്രീയ നേട്ടമാക്കാനാണ് ബിജെപി ഒരുങ്ങുന്നത്. സമ്മേളനത്തിന്റെ വേദിയായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിന് പിന്നിലും ബിജെപിക്ക് കൃത്യമായ അജണ്ടയുണ്ട്. തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭയിലെ പ്രധാന വ്യക്തികളുമായും കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മറ്റ് പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവുമായി. അതിനുവേണ്ടി തൃശ്ശൂർ തന്നെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകതയുമുണ്ട്. അതായത് ഈ പ്രധാനമായും ഇവിടെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനോട് അകലം പാലിച്ചു നിൽക്കുന്ന ക്രൈസ്തവ സംഘടനകൾ ഈ അടുത്ത കാലത്ത് സംഘപരിവാറിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. അവരെ പരമാവധി കൂടെ കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു മണ്ഡലത്തിലെങ്കിലും ജയിച്ചു കയറുക എന്നുള്ളൊരു ലക്ഷ്യം ബിജെപിക്കുണ്ട്. അത് പ്രധാനമായും തൃശ്ശൂർ തന്നെ അതിന് തിരഞ്ഞെടുക്കുക, അതിന് സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ നേടുക എന്നൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ LDFനും UDFനും വ്യക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചു കയറുക എന്നത് ബാലികേറാമലയാണ്. ഇത് മറികടക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ വ്യാപകമായി തന്നെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി കൂടുതൽ BJP കേരളത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മഹിളാ സമ്മേളനത്തോടു കൂടി തന്നെ വലിയൊരു ഉണർവ് BJP കേന്ദ്രങ്ങൾക്കുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFനും ഇക്കാര്യത്തിൽ നിലവിൽ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ 20 മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്പരം ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് 3ാം സ്ഥാനത്തേക്ക് തന്നെയായിരിക്കും BJP പോവുക എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് LDFന് ഇപ്പോഴും ഉള്ളത്. VS സുനിൽകുമാർ ഇത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. കാരണം ഈ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഒരു വരവിൻ്റെ ഉദ്ദേശം കൃത്യമായ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് VS സുനിൽകുമാർ പറയുന്നത്. അതേ ഇവിടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ്. അതായത് ഇവിടെ പല രീതിയിലും ജനങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമന വർഗീയ വിരുദ്ധമായ സമീപനമുള്ള ഒരു സ്റ്റേറ്റിൽ വന്ന് ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ അവർ സ്വാഭാവികമായിട്ട് നടത്തുമല്ലോ. രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടും 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ശ്രീ നരേന്ദ്രമോദി വരുന്നത്. നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗം തന്നെയാണ് എന്ന് BJP നേതാവായ MT രമേശും അത് സമ്മതിക്കുന്നുണ്ട്. ഈ എല്ലാ പരിപാടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ഗുണകരമാകാനാണല്ലോ. റോഡ് ഷോയും വനിതാ സമ്മേളനവും ഇനി പ്രധാനമന്ത്രി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പാർട്ടിക്ക് ഗുണകരമാക്കുന്ന രീതിയിൽ എങ്ങനെ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്ന് അത് ഞങ്ങൾ BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കും. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര ജനുവരി അവസാനത്തെ ആഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ്. അത് ഫെബ്രുവരി 2ാമത്തെ ആഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും. അപ്പോൾ ആ പദയാത്രയിൽ BJPയുടെ കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും വിവിധ മുഖ്യമന്ത്രിമാരുമെല്ലാം ആ പദയാത്രയിൽ അണിചേരും. പദയാത്രയുടെ പൊതുയോഗങ്ങളില്ല, പദയാത്ര അണിചേർന്നുകൊണ്ടുണ്ടാകും. അപ്പോൾ ഇനിയുള്ള ഒരു 2 മാസക്കാലം ധാരാളം ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാകും. എന്തായാലും നാളെ നരേന്ദ്രമോദി എത്തുന്നത് വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് BJP കേന്ദ്രങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ BJP കേന്ദ്രങ്ങൾക്ക് വലിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ നരേന്ദ്രമോദിയുടെ ഈ യാത്ര ഉപകരിക്കും. ഒപ്പം തന്നെ മഹിളാ സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപിക്ക് പൊതുവെ സ്വാധീനമുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ അനുഭാവമുണ്ട്. അതായത് BJP കുടുംബം അല്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയോടുള്ള ഒരു അനുഭാവമുണ്ട്. അത് കൂടുതൽ വികസിപ്പിക്കുക. ഒപ്പം തന്നെ സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഉയർത്തിക്കാട്ടി വോട്ട് നേടാൻ പറ്റിയ ഒരു നേതാവില്ല എന്നുള്ളൊരു പ്രതിസന്ധി BJPക്കുണ്ട്. ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇവിടെ വരികയും സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളെ മുൻനിർത്തുകയും വേണം. സുരേഷ് ഗോപി എന്നുള്ള ആ സിനിമാ നടൻ്റെ ആ ഒരു കൾട്ട് ഫിഗർ കൃത്യമായി തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്കുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. എന്തായാലും ഇത് BJP കേന്ദ്രങ്ങൾ വലിയ ഉണർവുണ്ട്. പക്ഷേ LDFും UDFും അത് വലിയ ആശങ്കയോടെ ഒന്നും അതിനെ കാണുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു തരത്തിലും കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് UDFും LDFും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 തൃശ്ശൂർ.